സെക്ഷണൽ വാർപ്പിംഗ് ഇവിടെയാണ്. ഈ 1.5 വർഷമായിട്ട് ആലപ്പുഴ KSRTC മറ്റു ജില്ലകളിലെ ഡിപ്പോകളിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മെയിൻ റോ മെറ്റീരിയൽ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയില് കോമളപുരത്താണ്. അപ്പൊ ഇവിടെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ തന്നെ ഒരു വസ്ത്രം, അതായത് നമ്മൾ ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളും യൂണിഫോം ആയിക്കോട്ടെ വസ്ത്രങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് വസ്ത്രം രൂപീകരിക്കപ്പെടുന്ന ഒരു സ്ഥലത്തൂടെയാണ്, ഒരു സ്പിന്നിങ് മിൽസിലാണ് നിൽക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം നമ്മളൊരു വസ്ത്രം ഇടുമ്പോഴേക്കും ആ ഒരു വസ്ത്രത്തിന്റെ ക്വാളിറ്റി അല്ലേ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു വസ്ത്രം എത്ര നാൾ ലാസ്റ്റ് ചെയ്യുക, അത് പോളിസ്റ്റർ ഉണ്ട്, പല പല തുണികളുണ്ട്, ആ മെറ്റീരിയൽ എങ്ങനെ ഉണ്ടാക്കുക. അപ്പൊ അതെല്ലാം നമ്മളൊരു ആലപ്പുഴ ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഉടനീളം അല്ലെ, കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മില്ലിൽ നിന്ന് ഡ്രസ്സുകൾ ഉൽപ്പാദിപ്പിച്ച് അവര് നൂലുകളായിട്ടും ഡ്രസ്സുകളായിട്ടും ഇപ്പൊ ഇതാ പുതിയ ഔട്ട്ലെറ്റും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെ വസ്ത്രങ്ങളായിട്ട് ഒരുപാട് സ്ഥലത്തേക്ക് അവര് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇപ്പൊ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും വലിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ KSRTC ജീവനക്കാർ അല്ലെ. അപ്പൊ കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് KSRTC ജീവനക്കാർക്ക് വസ്ത്രങ്ങൾ കേരളത്തിലുടനീളം അല്ലെ യൂണിഫോമുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവര് തന്നെയാണ്. കേരളത്തിലെ എല്ലായിടത്തും എനിക്ക് തോന്നുന്നു KSRTCയുടെ യൂണിഫോം അല്ലെ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത് സ്പിന്നിങ് മിൽസ് തന്നെയാണ് അല്ലെ, ശരിയല്ലേ? എങ്ങനെയുണ്ട് അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും? നല്ല ക്വാളിറ്റികളാണ്. നല്ല നമ്മൾ ചൂടുകാലത്തും നല്ല ഇടാനും നല്ല സുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള തുണിത്തരങ്ങളാണ് ഇതെല്ലാം. അപ്പൊ നമുക്ക് ഓർഡർ അനുസരിച്ച് അതെ, ഓർഡർ അനുസരിച്ച് ഞങ്ങൾ എല്ലാവരും ജീവനക്കാരെല്ലാവരും ഉപയോഗിക്കുന്നതും ഈ യൂണിഫോം തന്നെയാണ്. സ്പിന്നിങ് മില്ലിന്റെ യൂണിഫോം തന്നെയാണ്. ഈ യൂണിഫോം മാറിയ 1.5 വർഷത്തിന് അടുത്താകുന്നു. ഈ 1.5 വർഷമായിട്ട് ആലപ്പുഴ KSRTC മറ്റു ജില്ലകളിലെ ഡിപ്പോകളിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നത്. നമ്മൾ പുറത്ത് ഇൻഡസ്ട്രേറ്റ് ഒക്കെ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാർ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസുകാരൻ, അതുപോലെ നമ്മുടെ സ്കൂൾ യൂണിഫോമുകള്, ഇതെല്ലാം സ്കൂൾ യൂണിഫോം ഒക്കെ നമുക്ക് ബൾക്കായിട്ട് ഓർഡർ അനുസരിച്ചിട്ട് ഇവിടുന്ന് റേറ്റ് കുറവിലാണ് ഇവര് മില്ലിൽ നിന്ന് ആ വസ്ത്രങ്ങൾ ഓരോന്നായിട്ട്, ഇപ്പൊ പഞ്ഞിയിൽ നിന്ന് നൂലെടുക്കുക, നൂലിൽ നിന്ന് വസ്ത്രങ്ങൾ നെയ്യുക, അങ്ങനെ ഓരോ സെക്ഷനായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ മിഷ്യൻ വെച്ചിട്ടാണ് ഓരോ സെക്ഷനായിട്ട് ഇവര് രൂപീകരിച്ച് എടുക്കുന്നത്. അവസാനം ഒരു പ്രോസസ്സിംഗ് കൂടെയാണ്. അപ്പൊ അത് എങ്ങനെയാണ് തുടക്കം, എങ്ങനെയാണ് അവസാനം എന്ന് ഞാനും കാണാനായിട്ട് ഒരു ത്രില്ലിംഗ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ മാഡം എന്തായാലും നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അവിടെ ചെന്നിട്ട് നമുക്ക് ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് എങ്ങനെ രൂപീകരിക്കപ്പെടുന്നു എന്നെല്ലാം നമുക്ക് കാണാം. ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു 100-400ഓളം സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവൻ്റെതായിട്ടുള്ള രീതികളിലാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ പുതിയ ഔട്ട്ലെറ്റ് ഓപ്പൺ ആവുകയാണ് അല്ലെ. അപ്പൊ അത് ഏറ്റവും റേറ്റ് കുറവില് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഇവർ തന്നെ ഉണ്ടാക്കിയ വസ്ത്രങ്ങൾ അവരുടെ ഔട്ട്ലെറ്റിൽ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എപ്പോ വേണേലും ആലപ്പുഴ കോമളപുരത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഔട്ട്ലെറ്റിൽ നിന്ന് ഡ്രസ്സുകൾ വാങ്ങിക്കാവുന്നതാണ് അല്ലെ. അപ്പൊ എന്തായാലും പോവാം മാഡം. ഇതാണ് ഇവിടുത്തെ മെയിൻ റോ മെറ്റീരിയൽ. പോളിസ്റ്റർ സ്റ്റേപ്പിൾ ഫൈബർ, അത് കോട്ടൺ. ഇതാണ് കോട്ടൺ മെയിൽ. നമുക്ക് നമ്മള് ഏത് മെറ്റീരിയൽ ആണോ നമ്മൾ ഓർഡർ അനുസരിച്ച് എത്ര ശതമാനം പോളിസ്റ്റർ വേണമെന്നും അത് അനുസരിച്ച് നമ്മൾ ചെയ്യണതാണ്. ബ്ലോ റൂം. ഇവിടെ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഈ റോ കോട്ടൺ ഓപ്പൺ ചെയ്ത് അതിലുള്ള വേസ്റ്റ് എല്ലാം റിമൂവ് ചെയ്തിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഫോമാണ് ഇവിടെ കിട്ടണത്. ഓപ്പൺ ആയ കോട്ടൺ ആണ് നമ്മൾ മിക്സിംഗിൽ ഇടുന്നത്. ഇതാണ് ഈ പ്രോസസ്സിനെയാണ് മിക്സിംഗ് എന്ന് പറയുന്നത്. ഇത് PSF പോളിസ്റ്റർ സ്റ്റേപ്പിൾ ഫൈബർ, ഇത് കോട്ടൺ. ഇത് ഇപ്പൊ നമ്മൾ ചെയ്യണ 65-35 റേഷ്യോയിലുള്ള പോളിസ്റ്റർ കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള നൂലാണ് ഇവിടെ ചെയ്യണത്. നമ്മള് അവിടെ വാരിയിട്ട പഞ്ഞി ഇപ്പം ഫ്ലൈവർ ഫോമിലും നമുക്ക് പുറത്ത് കിട്ടും. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മള് ബാക്കില് ബ്ലോ റൂമിൽ GBRൽ വാരിയിട്ട് കൊടുക്കുന്ന മെറ്റീരിയൽ പല പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഈ നേരത്തെ ഫോമില് ഫ്ലൈവർ ഫോം എന്ന് പറയും, ഈ ഫോമില് നമുക്ക് ഈ വലിയ ക്യാനിൽ ശേഖരിച്ച് കിട്ടും. ഇതിനാണ് കാർഡിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഡ്രോയിങ് കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സ് വരുമ്പോ സിംപ്ലൈസ്. ഇത് സിംപ്ലൈസ്. ഇതിനെ റോവിങ്, ഇതിൽ നിന്ന് ഇറങ്ങുന്ന മെറ്റീരിയലിനെ റോവിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോസസ്സ് സ്പിന്നിങ്. ഇതാണ് സ്പിന്നിങ്. ഇവിടെ നമുക്ക് എത്ര വണ്ണത്തിലുള്ള നൂലാണോ വേണ്ട ആ വണ്ണത്തിലുള്ള നൂല് ഇറങ്ങും. അതിനെ നമ്മൾ കൗണ്ട് എന്നാണ് പറയുന്നത്, നൂലിന്റെ വണ്ണത്തിൽ. അവിടെ കണ്ടില്ലേ അത് എത്ര
തിന്നായിട്ടുള്ള നൂലാണോ വേണ്ട അത്രയും വണ്ണം കുറഞ്ഞ് മെറ്റീരിയലായിട്ട് വരും. ഇതിൽ വന്നിട്ട് നമ്മള് പ്രോഡക്റ്റ് ആയ നൂലില്ലേ, നൂലില് കട്ടി കുറവുണ്ട്, കട്ടി കൂടുതലുണ്ട്, എന്തൊക്കെ വ്യത്യാസമുണ്ടോ അതെല്ലാം ഇതുവഴി അനലൈസ് ചെയ്ത് അതെല്ലാം റിമൂവ് ചെയ്യും. ഡബിൾ ചെയ്യണേ, സിംഗിൾ നൂലിന് ഡബിൾ ചെയ്ത് വിടും. TFO നമ്മളവിടെ ഡബിൾ ചെയ്ത നൂലിന് ട്വിസ്റ്റ് കൊടുക്കുന്നത് ഇവിടെ നിന്നാണ്. പിന്നെ ട്വിസ്റ്റ് കൊടുക്കും അതിവിടെയാണ്. സെക്ഷണൽ വാർപ്പിങ് ഇവിടെയാണ് ഫാബ്രിക്കിലെ മെയിൻ കമ്പോണന്റ് ആയിട്ടുള്ള വാർപ്പ് ഉണ്ടാക്കണേ. നമ്മള് എത്ര ലെങ്ത് ആണോ വേണ്ടത് ആ ലെങ്തില് നമ്മളൊരു വലിയ ബീമിൽ ചുറ്റിയെടുക്കും. ഇതാണ് ഇനി അടുത്ത് തുണി ഫാബ്രിക് ആണ്. ഇതിപ്പം 5000 മീറ്ററിൽ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നൂലുകൾ ഇങ്ങനെ ക്രോസ് ആയിട്ടല്ല, ലെങ്ത് വൈസ് ആയിട്ട് അല്ലേ. ഇതിലിനി ക്രോസ് ആയിട്ട് നൂല് കടത്തി വിട്ടാണ് ഫാബ്രിക് ആണ്. ഇതിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ നൂല് പോകും കണ്ടോ. ഇതിന്റെ ഇടയ്ക്കൂടെ നൂല് ഇത് സെറ്റ് ആയിട്ടാണ് തുണിയായിട്ട് വരുന്നത്.